അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم لتنذر قوما ما أنذر آباؤهم فهم غافلون. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ യാസീനിലെ ആദ്യത്തെ 2 ആയത്തുകളുടെ വിശദീകരണമാണ് നാം മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ സത്യം ചെയ്യുകയായിരുന്നു. എന്തിനാണ് യുക്തിഭദ്രമായ ഖുർആനിനെ സത്യം ചെയ്തത്? അടുത്ത മറ്റൊരാശയം പറയാൻ വേണ്ടിയാണ്. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയം താങ്കൾ ദൈവിക ദൂതന്മാരിൽ പെട്ടവൻ തന്നെയാണ്. ഇത് സാക്ഷ്യപ്പെടുത്താനാണ് യുക്തിഭദ്രമായ ഖുർആനാണ് എന്ന് പറഞ്ഞത്. യുക്തിഭദ്രമായ ഖുർആനാണ്. ഇന്നക, നിശ്ചയം താങ്കൾ, ല മിനൽ മുർസലീൻ, തീർച്ചയായും ദൈവദൂതന്മാരിൽപ്പെട്ടവനാണ്. ഇന്നയുണ്ട്, ല എന്ന അക്ഷരമുണ്ട്. ഇന്ന തീർച്ചയായും എന്നാണ്. ല കൂടി വരുമ്പോഴോ ഒന്നുകൂടി ഭദ്രമായി ഇന്നക ല മിനൽ മുർസലീൻ, ദൂതന്മാരിൽപ്പെട്ടവനാണ്. ദൂതന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദം അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് 100,000-ൽ പരം പ്രവാചകന്മാർ ഭൂമിയിൽ വന്നു പോയിട്ടുണ്ട്. അതേ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് താങ്കൾ എന്ന് ഓർമ്മപ്പെടുത്താൻ. അതിനെന്തിനാണ് ഖുർആനിനെ അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞത്? ഖുർആൻ യുക്തിഭദ്രമാണ്. ഖുർആൻ പഠിച്ചു നോക്കുമ്പോൾ അതൊരിക്കലും മനുഷ്യനിർമ്മിതമല്ല, മനുഷ്യബുദ്ധിയിൽ ഉദിച്ചതല്ല, മനുഷ്യൻ്റെ ഭാവനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ ആരിൽ നിന്നാണോ അവതീർണമായത് അവൻ്റെ ദൂതനാകുന്നു താങ്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ ഈ സൂറയിൽ ഒരിടത്ത് വരുന്നുണ്ട്, വമാ അല്ലംനാഹു ശിഅറ, നാം അദ്ദേഹത്തെ കവിതയൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ചേർത്ത് പറയാൻ പ്രാസനിബദ്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ പോലും കഴിയാത്ത ആളായിരുന്നു നബി എന്നുകൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സത്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് സമർത്ഥിക്കലാണ്. പക്ഷേ അത് സത്യം ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ബോധ്യപ്പെടുക? വല്ലാഹി മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ വാദങ്ങളെ പൊളിച്ചു കളയുവാൻ, അതിന് മറുവാദം പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. മറിച്ച് ഒരാൾ അങ്ങനെ വാദിക്കുമ്പോൾ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനല്ല എന്ന് പറയുമ്പോൾ കൃത്യമായി ന്യായം പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തണ്ടേ? അവിടെ ഇമാം റാസി റഹിമഹുല്ലാ ഒരു കാരണം പറയുന്നുണ്ട്. അറബികൾ സത്യം ചെയ്യുമ്പോൾ ആ സത്യം ചെയ്യുന്നതിൻ്റെ പ്രത്യാഘാതം വല്ലാതെ ഭയന്നിരുന്നു. ഒരു തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഒരാൾ സത്യം ചെയ്യുന്നതെങ്കിൽ അയാൾ നശിച്ചു പോകും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ വൽ ഖുർആനിൽ ഹക്കീം എന്ന് ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഖുർആനും നശിക്കും, മുഹമ്മദും നശിക്കും എന്നാണ് ഒരു മനസ്സിലാക്കുക. പക്ഷേ അതേ സമയത്ത് അവരുടെ അനുഭവത്തിൽ എന്താ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിൽക്കുന്നു, വീണ്ടും മനുഷ്യരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആൻ വചനങ്ങൾ അവതരിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയും പിന്നെയും ഇസ്ലാമിൻ്റെ കീർത്തി മക്കയിലും പരിസരങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഈ സത്യത്തിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യമായി എന്നുള്ളതാണ്. അപ്പോൾ വൽ ഖുർആനിൽ ഹക്കീം എന്നത് തികച്ചും
ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു സത്യപ്പെടുത്തലാണ്. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ ദൈവദൂതന്മാരിൽപ്പെട്ടവനാണ്. എന്തിനാ ഇത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ല സംശയവും തോന്നിയോ? ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. മറിച്ച് നിഷേധികൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിന് അല്ലാഹു തആല റസൂലിന് സപ്പോർട്ട് നൽകുകയാണ്. താങ്കളുടെ മനസ്സ് പതറേണ്ടതില്ല. അവരെന്ത് തന്നെ പറഞ്ഞാലും, അങ്ങനെയാണല്ലോ പലതരത്തിലും മീഡിയ സത്യത്തെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പല തെറ്റിദ്ധരിപ്പിക്കലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെയും ഒരു വിശ്വാസി ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് ബോധ്യമാവും ഞാൻ സത്യത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നുകൂടി സ്ഥൈര്യം നൽകുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഖുർആൻ യുക്തിഭദ്രമാണ്. ഇത് ആരിലൂടെയാണോ അവതീർണമായത് ആ പ്രവാചകൻ തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ. നബിയെ പരിചയമുള്ള ഏതൊരാളും ആ നിലക്ക് തന്നെ അത് ഉൾക്കൊള്ളും. കാരണം ഖുർആനിൻ്റെ ദൈവികത, ഖുർആനിക വചനങ്ങളുടെ വശ്യത, അതിൻ്റെ ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വചരിത്രം അറിയുന്നവർക്ക് ഈ മനുഷ്യനിൽ നിന്ന് ഇതുപോലെയുള്ള വചനങ്ങൾ ഒരിക്കലും അവതരിക്കുകയില്ല എന്ന് തീർച്ചയായിട്ടും ബോധ്യമുണ്ടാവും. അത് ഉറപ്പിക്കലാണ് ഇന്നക ലമിനൽ മുർസലീൻ എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല സിറാത്തിൻ മുസ്തഖീം. എന്നിട്ട് ഒരു കാര്യം കൂടി ചേർത്ത് പറയാണ്, താങ്കൾ അല സിറാത്ത് മാർഗത്തിന്മേൽ ആകുന്നു, വഴിയിൽ ആകുന്നു, മുസ്തഖീം ചൊവ്വായ വഴിയിൽ ആകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, പ്രവാചക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സാക്ഷ്യപ്പെടുത്താണ്. നമ്മൾ ഓരോ ദിവസവും 5 നേരവും 17 തവണയായിട്ട് നിർബന്ധപൂർവ്വം ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ ചൊവ്വായ വഴിയിലൂടെ നടത്തണമേ. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ, താങ്കൾ തീർച്ചയായും ചൊവ്വായ വഴിയിലാണ്, താങ്കൾ ഒരിക്കലും വഴി തെറ്റിയിട്ടില്ല. ആൾക്കൂട്ടം പലതും വിളിച്ചു പറയുന്നുണ്ട്, പൂർവികന്മാരെയും പൂർവികരുടെ മതത്തെയും വിശ്വാസത്തെയും എല്ലാം തള്ളിക്കളഞ്ഞ പുത്തനാശയക്കാരനാണ് ഇയാൾ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ ചൊവ്വായ മാർഗത്തിൽ തന്നെയാണ് എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുന്നത് എന്ന് മനസ്സിലാക്കണം. സൂറത്തുൽ ഖലമിൽ വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾ മഹത്തായ സ്വഭാവ ഗുണമുടയവനാകുന്നു. ഇതേപോലെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തീർച്ചയായും ഏറ്റവും വിശുദ്ധമായ വഴിയിലൂടെയാണ് എന്ന് ഉണർത്താണ്. അതിനുശേഷം വീണ്ടും ഖുർആനിനെ കുറിച്ച് പറയാണ്, തൻസീൽ, ഹാദാ തൻസീൽ, ഈ ഖുർആൻ ഒരു അവതരണമാണ്. ആരിൽ നിന്നാണിത്? അൽ അസീസിർ റഹീം. അൽ അസീസ്, അജയ്യനായ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ സൃഷ്ടികർത്താവായ അള്ളാഹുവിൽ നിന്നാണ്. അൽ അസീസ്, അജയ്യൻ, പ്രതാപവാൻ എന്നൊക്കെയാണ് അർത്ഥം. സകലതിനെയും അതിജയിക്കാൻ കഴിവുള്ളവൻ. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വേദം അവതരിപ്പിച്ചത് അവനാണെന്ന് പറഞ്ഞെന്തിനാ? അള്ളാഹു കേവലം ഒരു ഉപദേശിയല്ല, വേണമെങ്കിൽ കേൾക്കാം അല്ലെങ്കിൽ വേണ്ട എന്ന നിലയ്ക്ക് ഈ വചനങ്ങളെ നിങ്ങൾ സമീപിക്കരുത്. ദുർബലനായ ഒരു ഉപദേശിയല്ല അള്ളാഹു. അവൻ അജയ്യനായ സൃഷ്ടാവാണ്. അവൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കപ്പെടുന്നതാണ്. അവൻ ആർക്കും വഴങ്ങാത്തവനാണ്. അവനിൽ നിന്ന് ആർക്കും കുതറിയോടാനോ രക്ഷപ്പെടാനോ സാധ്യമല്ല. ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ കരുത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനാൽ ഈ ഖുർആനിനെ അവഗണിക്കുന്നവൻ സ്വയം നശിച്ചു പോകും. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് കേവലം ഒരു അവകാശവാദമോ ഭീഷണിയോ അല്ല. കാരണം ഈ ഖുർആൻ ഒരാളുടെ ഇഹപര മോക്ഷത്തിൻ്റെ ഏറ്റവും നല്ല വഴിയല്ലേ കാണിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചാൽ അല്ലാഹു തആല ഇടപെടും എന്ന സൂചനയാണത്. അൽ അസീസ്. എന്നാലോ ഈ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതിനാൽ ആർക്കും അവരവരുടെ ഉദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. എന്നിട്ട് പറയാണ് അർ റഹീം, ആ അല്ലാഹു കരുണാനിധിയുമാകുന്നു, കാരുണ്യത്തിൻ്റെ നിറകുടമാണ്.
അവനിൽ നിന്നാണ് ഈ വേദം അവതരിച്ചത്. അപ്പോൾ വേദാവതരണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അർ റഹ്മാനു അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ച നാഥൻ പരമകാരുണികനത്രേ എന്ന് സൂറത്ത് റഹ്മാനിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനാൽ അവനിൽ നിന്നുള്ള അനുഗ്രഹം എന്ന നിലയ്ക്ക് ഇത് ഏറ്റെടുക്കുകയും ഇതിൻ്റെ വക്താക്കളായിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. തൻസീൽ അസീസ് റഹീം, അജയ്യനായ കാരുണ്യവാനിൽ നിന്നുള്ള അവതരണമത്രേ ഇത്. ഇത് വീണ്ടും ഖുർആനിൻ്റെ ആധികാരികത ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. ഇതിൽ പ്രവാചകൻ്റെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുമില്ല, തികച്ചും ദൈവികമാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം? ലിതുൻദിറ, 5-ാമത്തെ ആയത്ത്. ലിതുൻദിറ, അൻദറ യുൻദിറു, മുന്നറിയിപ്പ് നൽകി താക്കീത് ചെയ്തു. ലിതുൻദിറ, താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് നിയോഗിതനായിരിക്കുന്നത്. ആർക്ക്? ഖൗമൻ, ഒരു ജനതയ്ക്ക്. മാ ഉന്ദിറ, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത. ആർക്കാ മുന്നറിയിപ്പ് നൽകപ്പെടാത്തത്? ആബാഉഹും, അവരിലെ പിതാക്കൾക്ക്. അബുൻ, പിതാവ്, ആബാ, പിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ, പൂർവികർ. മാ ഉന്ദിറ ആബാഉഹും, അവരുടെ പിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. പിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനത്രേ താങ്കൾ നിയോഗിതനായിരിക്കുന്നത്. ഫഹും, എന്താ ഇവരുടെ അവസ്ഥ എന്നറിയോ? ഗാഫിലൂൻ, അവർ ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ് എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല ചേർത്ത് പറയാണ്. ലിതുൻദിറ ഖൗമൻ, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകലാകുന്നു. ആ ജനത ഏതാണ്? മാ ഉന്ദിറ ആബാഉഹും, പൂർവികർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ജനതയാണ് എന്ന് പറയുമ്പോൾ അതിനാൽ സ്വാഭാവികമായും പിൻഗാമികൾക്കും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാണ് അതിൻ്റെ ആശയം. ഈസാ അലൈഹിസ്സലാമാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് മുമ്പ് വന്നിട്ടുള്ള രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകൻ. അപ്പോൾ ഈസാ നബിക്കും മുഹമ്മദ് നബിക്കും ഇടയിൽ 6 നൂറ്റാണ്ടിൻ്റെ അന്തരമുണ്ട്. അപ്പം അതിനിടയിൽ തീർച്ചയായിട്ടും പ്രവാചകത്വത്തിൻ്റെ ആ സന്ദേശം, അതിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടു പോയിരിക്കാം എന്ന സൂചന. മറ്റൊന്ന്, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ്. അതുകൊണ്ട് തന്നെ മക്കയിൽ പ്രവാചകന്മാരുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, പിന്നീട് ഷുഐബ് അലൈഹിസ്സലാമിൻ്റെയും മൂസ അലൈഹിസ്സലാമിൻ്റെയും സന്ദേശങ്ങൾ മക്കയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പല വിധത്തിലും വ്യാപാരികളുടെയും മറ്റുമൊക്കെ എത്തിയിട്ടുണ്ട്. ഷുഐബ് അലൈഹിസ്സലാം മക്കയിലും ഉണ്ടായിരുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടുമുണ്ട്. ഏതായിരുന്നാലും ദീർഘമായ ഒരു കാലയളവ് പ്രവാചകത്വം ഇല്ലാത്ത, പ്രവാചകത്വത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥ മക്കക്കാർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഇനി ഇതിന് തന്നെ ഇവിടെ മാ എന്ന വാക്കുണ്ടല്ലോ, ഖൗമൻ മാ ഉന്ദിറ ആബാഉഹും, അവിടെ മായ്ക്ക് നെഗറ്റീവായും പോസിറ്റീവായുമുള്ള അർത്ഥമുണ്ട്. മാ ഉന്ദിറ ആബാഉഹും, അവരുടെ പൂർവികർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഒരാശയം. ഇനി അങ്ങനെയല്ല, മാ, എന്താണ് താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത്? മാ ഉന്ദിറ ആബാഉഹും, അവരുടെ പൂർവികർക്ക് ലഭിച്ച അതേ ആശയം തന്നെ. മാ, ഏതോ അത് എന്ന ആശയത്തിലും ഇവിടെ മായ്ക്ക് അർത്ഥം പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആരാണത്? എന്താണ് പൂർവികർക്ക് ലഭിച്ചത്? അതേ സന്ദേശം ഇവർക്ക് നൽകാൻ വേണ്ടി അത്രേ എന്നായിരിക്കും അപ്പോൾ ആശയം. അപ്പോൾ ഇവിടെ പൂർവികർ എന്ന് പറയുമ്പോൾ ആരാണ്? മക്കയിൽ തീർച്ചയായും പ്രവാചകന്മാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. തീരെ പ്രവാചകന്മാർ വരാത്ത ഇടമല്ല. അപ്പോൾ അവിടെ തഫ്ഹീമുൽ ഖുർആൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, സമീപകാല പൂർവികന്മാർ എന്ന് പറയുന്നു. സമീപകാലത്തെ കുറച്ച് തലമുറകളായിട്ട് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നായിരിക്കും അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൂർവികരുടെ സന്ദേശം ഉൾക്കൊള്ളാത്ത സമൂഹമാണിവർ എന്ന ആശയമുണ്ട്. അതുപോലെ പൂർവികർക്കും സന്ദേശം ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവർ അശ്രദ്ധയിലായത് എന്ന വ്യാഖ്യാനവുമുണ്ട്. ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടേണ്ട സാഹചര്യം ഏതാണ്? ഒന്നുകിൽ ആ പ്രവാചകൻ്റെ സന്ദേശം, ഒരു പ്രവാചകൻ്റെ സന്ദേശം സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞു പോവുക, അല്ലെങ്കിൽ അടിസ്ഥാന സന്ദേശത്തിൽ മാറ്റത്തിരുത്തലുകൾ സംഭവിക്കാം. ഈസാ അലൈഹിസ്സലാമിന് ശേഷം നമുക്കറിയാം ക്രൈസ്തവ സമൂഹത്തിൽ
ഇസ്ലാമിൻ്റെ തനിമയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട്. അടിസ്ഥാന സന്ദേശത്തിൽ ഒരു മാറ്റത്തിരുത്തലുകൾ വരുത്തി. അതല്ലെങ്കിൽ പൂർണ്ണമായും സന്ദേശം മാഞ്ഞു പോവുക എന്നതായിരിക്കും അതിൻ്റെ കാരണം. അങ്ങനെ വരുമ്പോഴാണ് അടുത്ത പ്രവാചകൻ ആഗതനാകുന്നത് എന്ന് കാണാം. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരിലേക്ക് മാത്രം നിയോഗിതനാണോ? അല്ല. സൂറത്തുൽ അറാഫ് 158 ഇങ്ങനെ പറയുന്നുണ്ട്, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, മുഴുവൻ മനുഷ്യരിലേക്കുമാണ് ഞാൻ ദൂതനായിട്ട് നിയോഗിതനായത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും, റഹ്മത്തല്ലിൽ ആലമീൻ, സർവ്വലോകത്തിനും കാരുണ്യമായിട്ട് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗോള പ്രവാചകനാണ് എന്ന് കാണാം. എന്നാൽ മറ്റു പ്രവാചകന്മാരെക്കുറിച്ച് ഇല സമൂദ അഖാഹും സ്വാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് അലൈഹിസ്സലാം, വ ഇല ആദിൻ അഖാഹും ഹൂദ, ആദ് ജനതയിലേക്ക് ഹൂദ അലൈഹിസ്സലാം ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് റസൂലൻ ഇല ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകൻ എന്ന് പറയുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ വിഷയത്തിൽ പറയുന്നത് വഖാന നബിയു യുബഅസു ഇലാ ഖൗമിഹി ഖാസ്സ, പൊതുവെ പ്രവാചകന്മാർ പ്രത്യേകമായ ഒരു സമൂഹത്തിലേക്കാണ് നിയോഗിതരാകുന്നത്. വ ബുഇസ്തു ഇലന്നാസി ആമ്മ, എന്നാൽ ഞാൻ മുഴുവൻ സമൂഹങ്ങളിലേക്കുമാണ് നിയോഗിതനായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദൗത്യത്തിൻ്റെ ഒരു ഘട്ടം മക്കയിലായിരുന്നു, മക്കക്കാർക്ക് മുന്നറിയിപ്പ് നൽകലായിരുന്നു എന്നാണ് ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ മക്കയോട് ചേർത്തുകൊണ്ട് പറയുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഇമാം റാസി റഹിമഹുല്ലയെ പോലുള്ളവർ പറയുന്നത് ഇത് മക്കക്കാർക്ക് മാത്രം ബാധകമല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വേദവിഭാഗങ്ങൾക്കും ബാധകമാണ്. അവരുടെ സമീപ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവർ പിഴച്ചു പോയത്. അതുപോലെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ മതസമൂഹങ്ങൾക്കും ബാധകമാണ്. അങ്ങനെ പറയുമ്പോൾ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും, അങ്ങനെ പാരമ്പര്യ മതത്തിൻ്റെ വക്താക്കളായിട്ട് പൊതുവെ മതവിഭാഗങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഫഹും ഗാഫിലൂൻ, അവർ അശ്രദ്ധയിൽ അകപ്പെട്ടിരിക്കുന്നു. അതിനാൽ പ്രവാചക ദൗത്യം തീർച്ചയായും സമൂഹത്തെ ബോധവൽക്കരിക്കുക, അവർ അകപ്പെട്ട തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് ഇവിടെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനങ്ങളുടെ ആശയം ഉൾക്കൊള്ളുവാനും ഇസ്ലാമിക പ്രബോധന ദൗത്യം നമ്മുടേതുകൂടിയാണ് എന്ന നിലയ്ക്ക് ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.